റമദാനായിട്ട് നോമ്പൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് കോളേജ് വന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എടുത്ത് അതെ നമ്മൾ ശിവൻ സാറ് ബർത്ത്ഡേ ഇപ്പം കറക്റ്റായിട്ട് നമ്മൾ നോമ്പോ അങ്ങനത്തെ പരിപാടി എടുത്ത് വെക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെ കയ്യിലത്തെ ഇറച്ചിക്കൊന്നും നോക്കിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എന്താ ചെയ്യാ ഇവരൊക്കെ ദൈവം ചെയ്യിക്കും. അങ്ങനെ നോക്കി വളർത്തി കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരെല്ലാവരും എത്തി. പിന്നെ അങ്ങോട്ട് മൊത്തം എന്തൊക്കെയാ പ്രശ്നങ്ങളെ പൈസ കൊടുത്തവിടെ വിഷയമല്ല. സംഭവം പോത്തോടെ വളർന്നുകൊണ്ടിരുന്ന ബെൽക്കൊന്നും ഇവരെ വെള്ളിച്ച് അടുത്തുകൊണ്ട് പറ്റില്ല. പിന്നെ എങ്ങനെ എല്ലാവർക്കും നമ്മളെ മാതിരി ഇവരെ ഉണ്ടാവില്ല. എന്തായാലും കാര്യങ്ങൾ തീർപ്പാക്കാൻ നമ്മുടെ ടീച്ചർ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കിക്കാൻ മാത്രമേ ആകുള്ളൂ. നമ്മൾ നോക്കി കുത്തിരിക്കണം. ഇവരെ കാക്കറാണ്ടിന്റെ കേക്ക് സാറിനത്തിന് മുമ്പ് വലുത് നിന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് മുറിക്കാനും പറ്റിയാൽ മതിയായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ കാത്തിട്ട് നമ്മളെ സാർ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പോയി സർപ്രൈസ് ആക്കിയാൽ മാത്രം മതി. അങ്ങനെ ക്ലാസ് റൂമിൽ നമ്മൾ നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ നിമിഷത്തിൽ സന്തോഷം പൊളിക്കുന്നതിന് നമ്മുടെ സാറ് നമുക്ക് കാണാൻ കഴിയും. 1000 വാട്ട്സ് ബൾബിട്ടമാരുടെ പ്രകാശം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ സർപ്രൈസിൽ സാർ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ താലം കൈമാറിക്കൊണ്ട് സാറെ കൊണ്ട് മുറിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ആദ്യ കഷ്ണം നമ്മൾ ടീച്ചർ കൈമാറിയതും ചെറിയൊരു സ്നേഹപ്രകടനത്തിനുള്ള സമയം കൊടുത്ത ശേഷം നമ്മളെ പിള്ളേർ പിന്നെ കയറി മേയാൻ തുടങ്ങി. ഈ കാക്ക കൊടുത്ത് കല്ലിട്ടമാരി ആകെ മുറിക്കാൻ വേണ്ടി കാത്തിക്കുന്ന പോലെ. ഇത്രയും പേർക്ക് കേക്ക് ഒരുപോലെ എത്തിക്കണമെങ്കിൽ എങ്ങനെ മുറിക്കണം എന്നാണ് ആദ്യത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കുള്ള കേക്ക് മുറിച്ചാലും മുറിച്ചാലും ഒരു കണക്കില്ല. കാരണം നമുക്ക് കിട്ടിയാലും തിന്നാൻ പറ്റില്ല. ഞങ്ങൾ 2 നോമ്പേര് കൂടാതെ ഈ ചാപ്പറി കൂട്ടത്തിൽ നിന്ന് വലയുന്ന വേറെ 2 പേരുണ്ട്. എന്താ നില അടിച്ചപ്പോ വാള് വയ്ക്കാറൊക്കെ ഹെൽത്തി. നമ്മളെ സാധനം തൊട്ടിൽ ഇവിടെ ഡീലാക്കാൻ പിള്ളേരിലുണ്ട്. നമുക്ക് ആ കാര്യം പ്രശ്നമില്ല. എന്തൊക്കെ പറയില്ല കേക്ക് പോയ ആശുപത്രിയിൽ ചെറുതായിട്ടൊരു മൂലക്കൊന്ന് ഞാൻ ശനി കുത്തിരിക്കുകയാണ്. സങ്കടമൊന്നുമില്ല കേട്ടോ.